നമ്മളൊക്കെയും പിൻപറ്റി പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വാത്വികരായ പണ്ഡിതന്മാര് ഇന്ന് സയ്യിദുൽ ഉലമയിലൂടെ പോകുമ്പോൾ ആ സയ്യിദുൽ ഉലമയല്ലേ നമുക്ക് കാണിച്ചു തന്നത് ബിദ്അത്തിന്റെ ആശയമായി നിങ്ങൾ കടന്നു പോകരുത്, ആശയം നിങ്ങൾക്ക് വന്നു പോകരുത്, അതിലേക്ക് നിങ്ങൾ പിൻപറ്റി പോകരുത്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കരുത്. നിങ്ങൾ സമസ്ത എന്താണോ പറയുന്നത് അത് കേൾക്കണമെന്ന് സയ്യിദുൽ ഉലമ പറയുമ്പോൾ നല്ലവരായ ഒരു കൂട്ടം വിശ്വാസികൾ അത് ഏറ്റെടുക്കുകയാണ്, സയ്യിദുൽ ഉലമയുടെ കൂടെ കൂടുകയാണ്, സയ്യിദുൽ ഉലമയുടെ കൂടെ പോവുകയാണ്. അത് തന്നെയാണ് നമ്മൾക്ക് നേരായ വഴി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ. അതുകൊണ്ടല്ലേ വഫാത്തായവരെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ അവരൊക്കെയും വഫാത്തായത്? ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുമ്പോൾ അവരുടെ ജീവിതവും നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക്. അല്ലേ, നമ്മുടെ സയ്യിദുൽ ഉലമ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് അല്ലെ, ശതാബ്ദി യാത്ര നടത്തിയപ്പോ പലരും പറഞ്ഞു സയ്യിദുൽ ഉലമയെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പോയതും ശംസുൽ ഉലമയെ പോലെയുള്ള കണ്ണിയത്ത് ഉസ്താദ് അവറുകളെ പോലെയുള്ള സിഎച്ച് ഉസ്താദ് അവറുകളെ പോലെയുള്ളവരൊക്കെയും വലിയ വലിയ പ്രൗഢി കാണിച്ചിട്ടല്ല അവർ പോയത്. ദുനിയാവിന്റെ ആഡംബരങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിച്ചവരല്ലേ. സയ്യിദുൽ ഉലമ യാത്ര നടത്തുമ്പോൾ വലിയ കാറിലല്ലേ പോയത് എന്നൊക്കെയും പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മഹിമ പറയോ വേറൊന്നും പറയല്ല. സയ്യിദുൽ ഉലമയെ കുറിച്ച് യാത്രയെ കുറിച്ച് പോയ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ സയ്യിദുൽ ഉലമ പറഞ്ഞത് എനിക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. തങ്ങളുടെ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ക്രേറ്റ എന്നാണ് തോന്നുന്നത്, ഏതായാലും ഇരിക്കട്ടെ. തങ്ങൾ പറഞ്ഞത് എനിക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഞാൻ വരാം. എവിടെ മുതൽ? കാശ്മീർ കന്യാകുമാരി മുതൽ ഇവിടത്തേക്ക് വരുന്ന മംഗലാപുരം വരെ പോകുന്ന യാത്രയിൽ എന്റെ വണ്ടിയിൽ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹിക്കുന്ന കൂടെയുള്ളവർ പറഞ്ഞത് വേണ്ട തങ്ങളെ, അത് വേണ്ട എന്ന് പറഞ്ഞു തങ്ങൾക്ക് കൊടുത്തപ്പോയാണ് അവരുടെ ഇഷ്ടപ്രകാരമാണ് അന്നരായ സയ്യിദുൽ ഉലമ പോയതെങ്കിൽ ആ ജീവിതത്തെ അടുത്തറിഞ്ഞവർ ഒരിക്കലും സയ്യിദുൽ ഉലമയെ പറയാറില്ല. സയ്യിദുൽ ഉലമയുടെ കൂടെ പോകണം, ആ കൂടെ നിന്നവർക്ക് സയ്യിദുൽ ഉലമയെ അറിഞ്ഞുകൊള്ളുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണലിലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ പറയുന്ന തണല് ഇന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാവാം, അതൊക്കെ വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലെ, റസൂലുള്ളാഹിന്റെ കാലത്ത് അള്ളാന്റെ റസൂല് എത്ര പീഡനങ്ങൾ അനുഭവിച്ചത്? അത് അള്ളാന്റെ റസൂലാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന് വേണ്ടി പ്രചരണം നടത്തുന്ന സമയത്താണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ വന്നത്. ആ കള്ളപ്രവാചകന്റെ കൂടെ ആളുണ്ട്, അവന്റെ കൂടെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യുമ്പോൾ മൂസാ നബിക്കും വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് സയ്യിദുൽ ഉലമ താങ്ങുന്നുണ്ടെങ്കിൽ ആ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ തന്നെ നമ്മൾ അണിനിരന്നുകൊണ്ട് സയ്യിദുൽ ഉലമയുടെ കൂടെ നമ്മൾ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരായ ഉഖ്റവിയായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആ പാരമ്പര്യം, ആ പൈതൃകത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 11 മണിയാകുമ്പോൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു, ഏതായാലും 11:30 മണി ഏതായാലും അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ചത് ഞാനിത് പറയുന്നത് ഇവിടെ നടത്തുന്ന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ശംസുൽ ഉലമ എന്നുപോലെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാർ, അവരെ കുറിച്ചൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നതും പറയുന്നതും ആനായ ചെറുശ്ശേരി ഉസ്താദ് അവരൊക്കെയും ഒരുപാട് പരിപാടിക്ക് പോകുന്നവരാണ്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും ശംസുൽ ഉലമയെ കുറിച്ചും നമുക്ക് കേട്ടത് പറയാം. ചെറുശ്ശേരി ഉസ്താദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. മാത്രമല്ല സയ്യിദുൽ ഉലമ പറയുമ്പോ അങ്ങനെ ഒരുപാട് പറയേണ്ടി വരും. സയ്യിദുൽ ഉലമ യാത്ര തുടങ്ങുമ്പോ ജമ്മും കസ്റാക്കി നിസ്കരിക്കുന്നുണ്ടല്ലോ, യാത്ര വലിയ യാത്രയാണല്ലോ. ജമ്മും കസ്റായിട്ട് നിസ്കരിക്കുന്നവർക്ക് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ കറാഹത്തില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമുണ്ട്, ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് ശേഷം 2 റക്അത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. 4 റക്അത്ത് ഉണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കറാഹത്ത് വരും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അഭിപ്രായമുണ്ട്, ജമ്മു കസ്റാക്കി നിസ്കരിക്കുന്നതിന്റെ യാത്രയിലുള്ള പ്രയാസങ്ങൾ നീങ്ങാനാണല്ലോ, പിന്നെ ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ അവർക്ക് കറാഹത്തില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ സയ്യിദുൽ ഉലമ ആദ്യം കൊടുത്ത നിർദ്ദേശം ജമ്മു കസ്റായി നിസ്കരിക്കുന്നുണ്ടെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം എന്നായിരുന്നു സയ്യിദുൽ ഉലമയുടെ നിർദ്ദേശം. ആളുകൾ കാണാനല്ല പറഞ്ഞത്, കൂടെ വരുന്ന യാത്ര അല്ല, തങ്ങൾ വലിയ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആ യാത്ര നടക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്നും മൈക്കിലൂടെ പറഞ്ഞതല്ല വിഷയം. കൂടെ വരുന്ന അവരോട് പറഞ്ഞതാണ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, സുന്നത്ത് നിസ്കരിക്കണം എന്ന്.
ആ രൂപത്തിൽ നമുക്ക് നേതൃത്വം നൽകി കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിൽ തന്നെ പിന്തുടരണം. അത് കാണിച്ചു തരുന്നത് ആരായ കണ്ണിയത്ത് ഉസ്താദ് അവറുകളും ശംസുൽ ഉലമയെ പോലെയുള്ള അവർ കാണിച്ചു തന്ന ആ രൂപത്തിൽ അല്ലാഹു തആല ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പക്ഷേ ചാഞ്ചാട്ടം ഉണ്ടാവാം, അങ്ങോട്ട് പോവാൻ തോന്നിക്കാം, ഇങ്ങോട്ട് പോവാൻ തോന്നിക്കാം. എന്തുവന്നാലും നമുക്കൊരു നേതൃത്വമുണ്ട്, ഒരു പദവിയുണ്ട്. അതിലൂടെ നമ്മൾ പോയാൽ നമുക്ക് വിജയം ലഭിക്കും. അല്ലാഹു തആല ആ നേതൃത്വത്തെ പിന്തുടരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല ഫെബ്രുവരിയിൽ നടക്കുന്ന ആ പരിപാടിയും കാര്യങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. പല രൂപത്തിലുള്ള ശത്രുക്കൾ, എല്ലാത്തിനും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ, ഏതൊരു വിഷയത്തിനും ശത്രുക്കൾ ഉണ്ടാവും. അല്ലാഹു തആല എല്ലാ ശത്രുക്കളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിൽ അടിയുറ